പത്തനംതിട്ട കോന്നി ആനക്കൊട്ടിൽ കോൺക്രീറ്റ് തൂണ് വീണ് 4 വയസ്സുകാരൻ മരിച്ചതിനെ തുടർന്ന് സസ്പെൻഷൻ നടപടി നേരിട്ട് വനംവകുപ്പ് ജീവനക്കാരെ തിരിച്ചെടുക്കാൻ ഉത്തരവ്. 5 ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാനാണ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഉത്തരവ് ഇറക്കിയത്. കഴിഞ്ഞ മാസം 18-നാണ് കോന്നി ആനക്കൊട്ടിൽ 4 വയസ്സുകാരൻ അപകടത്തിൽ മരിച്ചത്. നന്ദുഷ വിവരങ്ങളുമായി. നന്ദുഷ, എന്താണ് വിശദാംശം? നിഷാദ്, കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് കോന്നി ആനക്കൊട്ടിൽ 4 വയസ്സുകാരൻ അപകടത്തിൽ മരിക്കുന്നത്. കോൺക്രീറ്റ് തൂൺ പിഴുതു വീണായിരുന്നു കുട്ടിക്ക് അപകടം സംഭവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധനയ്ക്കിടെ ഗുരുതരമായ കൃത്യവിലോപം അവിടുത്തെ ജീവനക്കാർക്കുണ്ടായി എന്ന് കണ്ടെത്തുകയുണ്ടായിരുന്നു. പിന്നീട് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടും വനം മന്ത്രിക്കടക്കം സമർപ്പിക്കപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 5 വനംവകുപ്പ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത്. പിന്നീട് അവിടുത്തെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ സ്ഥലം മാറ്റുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി. ഇപ്പോൾ ഈ 5 ജീവനക്കാരെയും തിരിച്ചെടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. ജീവനക്കാരുടെ ക്ഷാമവും മനുഷ്യ വന്യജീവി സംഘർഷവും പെരുകിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജീവനക്കാരെ മാറ്റി നിർത്തുന്നത് പ്രായോഗികമല്ല എന്നാണ് വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുത്തത്. അച്ചടക്ക നടപടി തുടരുമെന്നാണ് ഉത്തരവിൽ പരാമർശിച്ചിട്ടുള്ളത്. ഏതായാലും ജീവനക്കാർ സർവീസിലേക്ക് തിരിച്ചു കയറാനുള്ള ഉത്തരവ് വനംവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. നിഷാദ്. ശരി.